എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ. രാവിലെ നടക്കാനിറങ്ങിയാവണം. ആ നടക്കാനിറങ്ങിയില്ലാണ്ട് രണ്ടാം പെരുന്നാളല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമായ ഒരു വോയിസിൽ വരാണ്ടായ കാരണം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും അതിൻ്റെ പ്രിയങ്കരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒരു പത്രപ്രസ്ഥാനം നടത്തുന്നത് നമ്മൾ കണ്ടു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിക്കാൻ വരാൻ ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു അത് എന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ പല ആഗ്രഹവും ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിനാണ് രാഹുൽ ഗാന്ധിനെ കൊണ്ട് കേരളത്തിൽ മത്സരിപ്പിച്ച് 12 സ്റ്റേറ്റിൽ കോൺഗ്രസും BJP നേരിട്ട് മത്സരിച്ചു. അവിടെ വലിയ ആനമുട്ട കിട്ടിയത്. കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ രാഹുൽ ഗാന്ധി മത്സരിച്ചിട്ടാണെങ്കിൽ 19 സീറ്റ് BJPക്ക് കിട്ടില്ല. അരിവർഷം കഴിക്കുന്നവർക്കൊക്കെ അറിയാം. അവിടെ മത്സരിക്കാതെ കേരളത്തിൽ വന്ന് മത്സരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെയും ഇടതുപക്ഷത്തിനും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യം. പിന്നീടാണ് നിങ്ങൾക്ക് BJP ശത്രുവായി മാറുന്നത്. അപ്പോൾ അതൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്. നിങ്ങളുടെ ആഗ്രഹം നിറവേറാത്തതുകൊണ്ട് വേങ്ങര മണ്ഡലത്തിലെ ആൾക്കാരും രക്ഷപ്പെട്ടു. എന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ 8ാമത്തെ വട്ടം 5 കൊല്ലം കൊണ്ട് വോട്ട് ചെയ്യേണ്ടി വന്നിനു നമ്മളെ വേങ്ങര മണ്ഡലത്തിലെ ആൾക്കാർ. ഓലവിടെ കഴിച്ചിലായി. അല്ലെങ്കിൽ വല്യൂപ്പര് നേരെ രാജ്യസഭയിൽ കൂടെ അങ്ങോട്ട് പോകുമായിരുന്നു. രാജ്യസഭ എന്നും മുസ്ലിം ലീഗിന് സമ്പന്നന്മാർക്കുള്ളതാണ്. മന്ത്രിസ്ഥാനം കിട്ടുമ്പോൾ അവനാനുള്ളതും അങ്ങനത്തെ ഒരു പോലെയാണ് പോണത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നിലപാടുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കില്ല. കാരണം നിങ്ങൾ ആദ്യം പ്രിയങ്ക ഗാന്ധി മത്സരിക്കണത് അടക്കട്ടെ. നിങ്ങൾ ആദ്യം വയനാട് മത്സരിക്കുമ്പോൾ ആര് മത്സരിക്കുകയാണെങ്കിലും കൊടി എടുക്കാൻ പറ്റുമോ ബലൂണാണ് വേണ്ടതെന്ന് ആദ്യം പറഞ്ഞു കൊടുക്കണം. കാരണം ഈ പാവപ്പെട്ട നിരപരാധികളായ പാവപ്പെട്ട യൂത്ത് ലീഗിൻ്റെയും മൂത്ത് ലീഗിൻ്റെയും MSFൻ്റെയൊക്കെ പിള്ളേർ വെറുതെ മലപ്പുറം ജില്ലയിൽ കോൺഗ്രസിൻ്റെ അടി വാങ്ങുകയാണ്. ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചപ്പോൾ ജയിച്ച് ആഹ്ലാദ പ്രകടനം ഇനി കഴിഞ്ഞ 12-ാം തീയതി, ഇന്നിപ്പോൾ 18-ാം തീയതിയാണ്. ആ 12-ാം തീയതി ആ ഇതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയപ്പോൾ അരീക്കോട് KSCക്കാർ നല്ലോണം അടിച്ച് കൂറൊക്കെ ഇട്ടപ്പോൾ കേസ് ഈ 12-ാം തീയതി എന്നൊക്കെ 6 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമ്പോൾ നിങ്ങൾ അണികളോട് പറയണം കൊടി എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബലൂണാ വേണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. നിങ്ങളെ സംബന്ധിച്ച് അങ്ങക്ക് അത് കൊടിയും പടിയൊന്നും നിങ്ങളെ കുറിച്ച് നിലപാടല്ല. നിങ്ങൾക്ക് നിലനിൽപ്പാണ്. 10 രൂപ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യണത്. അല്ലാതെ വേറെ ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. 10 റുപ്യ എങ്ങനെയെങ്കിലും ഉണ്ടാക്കണം എന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ 8 വർഷം ഭരണമല്ലാഞ്ഞിട്ട് ചന്ദ്രയ്ക്ക് പോലും ശമ്പളം കൊടുക്കാൻ കഴിയില്ലാതെ അന്നിപ്പോൾ നിലമ്പൂർ വാബിൻ്റെ 2 മാസം കഴിഞ്ഞാൽ ആ രാജ്യസഭ ഗാനം കഴിഞ്ഞാൽ അതോടി ചന്ദ്രിക ഏകദേശം വെള്ളക്കാട്ടം തൂറുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വലിയൊരു പെരുന്നാളായിട്ട് പോലും ഏറ്റവും ശമ്പളം കൊടുക്കാം പൈസ ഇല്ലാത്തൊരവസ്ഥ നമ്മൾ കണ്ട് ശമ്പളം കൊടുക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ കാര്യത്തിന് അതിനൊക്കെ പൈസ ഉണ്ടാവും. പക്ഷേ നിത്യതൊഴിലാളികൾക്കും മറ്റുള്ളവർക്കും കൊടുക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഏത് വയനാടല്ല ഏത് മണ്ഡലത്തിലാണ് തോൽവി ഞങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോറ്റു വെച്ച് ഞങ്ങൾ മാറിപ്പോകണമല്ലോ എന്നല്ല ഇടതുപക്ഷക്കാർ. ഞങ്ങൾ 100 വോട്ട് പഞ്ചായത്തിലുണ്ടാകുന്ന കാലത്തും അവിടെ മത്സരിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെ പോരാട്ടമാണ്. ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളാണ്. അത് നിലപാടിൻ്റെ പോരാട്ടമാണ്. അല്ലാതെ 2 വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമായിട്ട് ഒരിക്കലും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിനെ കാണാറില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് കൊള്ളരായ്മ ചെയ്യാനും നിങ്ങൾക്ക് കാര്യലാഭത്തിന് വേണ്ടി ചെയ്യണം. പക്ഷേ പാവപ്പെട്ട അണികളെ ഈ അടി ഒളിക്കരുത്. ഇപ്പം 12-ാം തീയതി തല്ലിട്ടീന്ന് കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാണെങ്കിൽ ആഹ്ലാദ പ്രകടനത്തിൽ നിങ്ങൾക്ക് അരീക്കോട് നിന്ന് തല്ലിട്ടിയാണ് KSCക്കാർ കൂറൊക്കെ ഇട്ടിട്ട് കേസ് ഇന്നെടുത്തിട്ടുണ്ട്. 2 കേസ് ഇപ്പോൾ വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലൊന്ന് വണ്ടൂരും ഒന്ന് അരീക്കോടുണ്ട്. 6 സ്ഥലത്ത് അടി കിട്ടിയിരുന്നു. പക്ഷേ അടിയിട്ട് പോലീസുകാർ പിന്നെ ബാക്കിയുള്ളതാണ് പൊഞ്ഞിട്ടുക. അപ്പോൾ ഇങ്ങോട്ട് പറയാനുള്ളത്, ഞങ്ങൾ മത്സരരംഗത്തുണ്ടാകുമ്പോൾ വെച്ചാൽ പ്രിയങ്ക ഗാന്ധി അല്ല ഇനിയിപ്പോൾ സോണിയാഗാന്ധി ആണെങ്കിലും ഉണ്ടാവും. അല്ലാതെ വേറെ ഒന്നും ഞങ്ങളെ സംബന്ധിച്ച് അതൊന്ന് രാഷ്ട്രീയ പോരാട്ടമാണ്. അപ്പം ഇങ്ങോട്ട് പറയാനുള്ളത്, അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഈ അറസ്റ്റിൻ്റെ തണൽ കൊടിക്കല്ല ബലൂണും കിട്ടുക പറഞ്ഞാൽ നാറ്റങ്ങൾ ബലൂൺ എടുക്കണ്ടേ കൊടി എടുക്കണ്ടേ. ഇപ്പം തന്നെ ലീഗ് ഓഫീസിൻ്റെ മുകളിൽ കൊടിയൊക്കെ കഴിച്ച് ഒന്ന് താത്തിയേക്കാൻ പറഞ്ഞോടി. ഇപ്പോൾ മലപ്പുറത്തും പൊന്നാണിയിലും 1 ലക്ഷം വോട്ട് ഏറെ കിട്ടിയപ്പോൾ അഹങ്കാരത്തിൻ്റെ കൊട്ടയിട്ട് നടക്കുകയാണ്. അത് STPൻ്റെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയും ഇവിടുത്തെ മതവർഗീയവാദികളെ വോട്ടൊന്നായിട്ട് കിട്ടിയതാണെന്നുള്ളത് അരിവർഷം കഴിക്കുന്നവർക്ക് അറിയാം. അപ്പം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം ഞങ്ങൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ വെടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളത് നമുക്ക് 12 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുത്താൽ മനസ്സിലാവും. BJPയും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരിച്ചൊക്കെ വലിയ ആനമുട്ട കിട്ടിയത്. ഇപ്പോൾ തെലങ്കാനയിൽ അടുത്ത തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ളൂ. കോൺഗ്രസ് ഭരിക്കണതല്ല. അവിടെ എത്ര സീറ്റാണ് കിട്ടിയത്? കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലൂടെ കിട്ടി. ഇവിടെ പിണറായി രാജിവെക്കണമെന്ന് പറയാണ്. അപ്പോൾ നിങ്ങളെപ്പോലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഈ ലീഗിൻ്റെ ആൾക്കാരോടും പറയാനുള്ളത്, ഒരു നേരെങ്കിലും അരിവർഷം കഴിക്കണ ബുദ്ധിക്കൊന്ന് രാഷ്ട്രീയം പറയാൻ നിങ്ങൾ പഠിക്കുക. വേറെ ഇങ്ങനെ പറയണ പോലെ നെഞ്ഞത്തേക്ക് അനാവശ്യം പാപ്പാനും മാനും പറഞ്ഞ് വരികയല്ല വേണ്ടത്. നിങ്ങൾക്ക് നിങ്ങളെ ബോധമൊന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ബലൂണാ വേണ്ടത്, കൊടിയാണ് വേണ്ടത്, വടിയാണ് വേണ്ടത് എന്നുള്ളത് അണികളെ പറഞ്ഞ് ബോധവൽക്കരിച്ചിട്ട് ആരും മത്സരിച്ചോട്ടെ. അല്ലാതെ വേറെ ഒന്നും ഞങ്ങൾക്ക് പറയാനില്ല. ഇനി തല്ല് കണ്ടിക്കാൻ ഞങ്ങൾക്ക് വയ്യാന്നുള്ളതാണ്.
അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എല്ലാവർക്കും നല്ലത് വരട്ടെ. ജനാധിപത്യ മതേതരത്വം കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാറിനും RSSനും ഒത്താശ പാടുന്ന UDF നേതൃത്വമാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് പല മണ്ഡലങ്ങളിലും നമ്മൾ കണ്ടത്. അതിൻ്റെ ബാക്കിയാണ് ഇനി കാണാം പാലക്കാട് പോണത്. ഇപ്പോൾ തൃശ്ശൂർ നമ്മൾ കണ്ണുമുന്നിൽ കണ്ട റിലീസ് സിനിമയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സുരേഷ് ഗോപി അങ്ങോട്ടാണ് പോയത്, ആരാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് എന്നെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിധി കേരളത്തിൽ വരാതിരിക്കാൻ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരുത്തോടു കൂടി പോരാട്ടം നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് നാഷണൽ ലീഗ്.